ഇന്നത്തെ ഫോമിൽ കളിച്ചാൽ ക്യാപ്റ്റന് സ്റ്റേറ്റ് സെലക്ഷൻ ഉറപ്പ്. അടുത്ത കൊല്ലം നമ്മൾ ചലഞ്ചേഴ്സിൽ പോകും. ഷുവർ. ഓടുമ്പോ ശ്വാസം കിട്ടുന്നില്ല. നാശം. മേസ്ത്രി പുതിയ പാട്ടുണ്ടാക്കിയിട്ടുണ്ട്. എന്താ? ശേഖര ഏകകരസ്താപര ഏകകരസ്താപര ശേഖര ശേഖര ഏകകരസ്താപര. വീട്ടിൽ മാഷെപ്പറ്റി എന്തോ പറഞ്ഞപ്പോൾ അച്ഛൻ എന്തു പറഞ്ഞു? മാഷെ ആരൊക്കെയോ ചേർന്ന് അടിച്ചു ഓടിച്ചതായിരുന്നു എന്ന്. അല്ല, വല്ലവരെയും ഞാൻ നിയന്ത്രണം വിട്ട് വല്ലതും ചെയ്തു പോകുമോന്ന് ഭയന്ന് സ്വയം നാടുവിട്ടു. തെറ്റായിപ്പോയി എന്ന് പിന്നീട് തോന്നി. ഒരു പെൺകുട്ടിയെ രക്ഷിക്കണമെന്നുണ്ടായിരുന്നു, കഴിഞ്ഞില്ല. അച്ഛൻ വേറൊന്നും പറഞ്ഞില്ലേ? മറ്റു പല വർഷവും കേൾക്കേണ്ടി വരും. ശരിക്കുള്ള ജീവിതകഥ 3 വാചകത്തിൽ തീരും. ഇല്ലത്തെ ഉരൽപുരയിലെ ഇരുട്ടിൽ ജനിച്ചു. വൃഷളിയെ തിരുമേനി ഭാര്യയായി അംഗീകരിക്കാത്തത് കൊണ്ട് പുറങ്കോലായിൽ വളർന്നു. മുതിർന്നപ്പോഴും ജീവിതത്തിന്റെ പുറങ്കോലായിൽ തന്നെ. ടീച്ചർക്ക് BA ക്ലാസ്സില്ലേ? MA പോണെന്നായിരുന്നു മോഹം, കഴിഞ്ഞില്ല. ആഗ്രഹിച്ചത് നടക്കില്ല ടീച്ചർ പലപ്പോഴും. അപ്പോൾ കിട്ടിയത് കൊണ്ട് തൃപ്തിപ്പെടുന്നു. That is life. മാഷ് മടങ്ങിക്കോളൂ. പേടിക്കണ്ട, ഞാൻ വീട്ടിലേക്ക് വരുന്നില്ല. ഈ വഴി വെറുതെ നടക്കാൻ എനിക്കിഷ്ടമാണ് ടീച്ചർ. എന്റെ ബാല്യത്തിലെ ഏതോ സ്വപ്നങ്ങൾ ഈ വഴിയിൽ എവിടെയൊക്കെയോ വീണ് കിടപ്പുണ്ട്. പെറുക്കിയെടുക്കാമെന്ന് തോന്നുന്നു, കാണില്ല. കംസൻ കഥയിട്ട് നിർത്തിയതെന്തേ? ആര് പറഞ്ഞു? ചില മണ്ടത്തരങ്ങളും കാട്ടിയിട്ടുണ്ട്. പിള്ളേരോട് പറയല്ലേ. ഇപ്പോഴത്തെ ഓമന പേര് മൂർഖൻ ധാരാളം മതി. കംസൻ വല്ലാത്ത തൂലികാ നാമം. കെ ശേഖരൻ നായരുടെ കേസൻ കംസനായി. ടീച്ചറും അത് കണ്ടിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ അത്ഭുതം. ഒരു വിശേഷാൽ പ്രതിയിൽ ഫോട്ടോ വന്നത് എന്റെ കയ്യിലുണ്ട്. എന്താ പിന്നെ എഴുത്തു നിർത്തിയത്? എഴുതാത്ത വലിയ കഥയും ചുമന്ന് നടക്കുമ്പോ പൊട്ടും പൊടിയും മാത്രം വിൽക്കാൻ വിഷമം. വരട്ടെ. ചുമരെഴുത്ത് തുടങ്ങി, അറിഞ്ഞോ വരേ മാഷേ? സമരം തുടങ്ങുന്നത് കക്കൂസിന്റെ ചുവരിലാണല്ലോ. എന്തൊക്കെയാണ് രാമമോഹൻ സാഹിത്യങ്ങൾ? ഞാൻ കണ്ടില്ല, ആരോ പറഞ്ഞു. കുട്ടികളുടെ കലാവാസന പോഷിപ്പിക്കണില്ല എന്ന ആക്ഷേപം ഇനി ആർക്കും വേണ്ടല്ലോ. പെടലിക്ക് ബീക്കാൻ റൂൾ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഞമ്മടുത്ത് പറയും. അച്ചടക്കം എങ്ങനെയാന്ന് ഞമ്മള് കാട്ടിത്തരാം. ടീച്ചർ ഒരു നിമിഷം. ആ റിഹേഴ്സലിന്റെ കാര്യം മാഷ് ഒന്ന് പോകൂ. കൂക്കും വിളി കേട്ടില്ലേ? ഇത് കേട്ട് തലതാഴ്ത്തി നടക്കുന്നതാണ് തെറ്റ്. റിഹേഴ്സലിന്റെ കാര്യം പിന്നെ ഡിസ്കസ് ചെയ്യാം. കരിമീൻ പോലുള്ള കണ്ണ്, കടുക് വറുക്കണ കണ്ണ്,
നിൽക്കൂ. പൊതുസ്ഥലത്ത് വെച്ച് എല്ലാവരും കാണുക ആരെങ്കിലും പ്രേമിക്കോ ടീച്ചർ? ഈ കൂക്കുവിളിയും ചുവരെടുത്തും കണ്ട് പേടിച്ചാൽ അത് വർദ്ധിക്കുകയുള്ളൂ. പ്ലീസ്. തല ഉയർത്തിപ്പിടിച്ച് നടക്കണം ടീച്ചർ. എന്തെങ്കിലും ഒളിച്ചു വെക്കാനുള്ളവർക്ക് തല താഴ്ത്തേണ്ടതുള്ളൂ. വൈകുന്നേരം ഫുൾ റിഹേഴ്സൽ. ഒന്ന് വേദനിപ്പിച്ച് വിട്ടാ പോരെ. അതൊന്നും പോരെ. രണ്ട് കൈകളെന്ന് വെച്ചാൽ ഒരു ഹരമുണ്ട്. ഇതിന് നിങ്ങൾ പിള്ളേർ പോരെ. വെള്ളം കുടി ഞങ്ങളുടെ കാശ് ഇടുന്നതിനെ കുട്ടി 5 രൂപയോ? ഇതുകൊണ്ട് എന്ത് വെള്ളം കുടിക്കാനാ? മേനോട്ട് കുറച്ച് കാശ് തരാൻ. തീപ്പെട്ടി ഉണ്ടോ? ഇല്ലല്ലോ. പാക്കറ്റിലുണ്ടോ തപ്പി നോക്കടോ. പറടാ, ആരാ ഇതിന് കാശ് വന്നു? എനിക്ക് മാപ്പ് തരണം മാഷേ, എനിക്ക് മാപ്പ് തരണം. ഒരു തെറ്റ് പറ്റിപ്പോയി മാഷേ. ഇത് വെച്ചോളൂ. എന്റെ ഗുണ്ട തിരിച്ചു തന്നു. കാശുകാരന്റെ മോനായാലും ദുശ്ചലവ് പാടില്ല. വെച്ചോളൂ. ഈശ്വര, കുട്ടികൾ വന്ന് പറഞ്ഞപ്പോ ഞാൻ ആകെ ഭയപ്പെട്ടിരിക്കുകയായിരുന്നു. ഹേയ്, അതും ഒരു പിള്ളേര് കളി. ഒരു പോക്കരി ഒതുക്കാനൊക്കെ ഞാൻ മതി. അച്ഛനില്ലേ? എത്താറാവണേണ്ടു. വരൂ. ലീവ് നീട്ടിയെന്ന് ഹെഡ് മാസ്റ്റർ പറഞ്ഞു. ഈ ടേം ഒന്ന് അവസാനിക്കട്ടെ, അതുവരെ ക്ഷമിക്കും. തിരുവനന്തപുരത്ത് പോയി ആരുടെയെങ്കിലും കയ്യോ കാലോ പിടിച്ച് ഞാനൊരു മാറ്റം വാങ്ങിച്ചോളാം. ടീച്ചർക്ക് പിന്നെ ഉപദ്രവം കാണില്ല. അച്ഛനോട് ഞാനൊന്നും പറഞ്ഞില്ല. ഞാൻ കാരണം ആരും ദുഃഖിക്കരുതെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. ടീച്ചർ തെറ്റിദ്ധരിക്കില്ലെങ്കിൽ ഞാനൊരു കാര്യം പറയാം. ഇതൊരു പ്രേമാഭ്യർത്ഥനയായി കരുതരുത്. എന്നിലെ റൊമാൻറ്റിക് കാമുകൻ 21ാം വയസ്സിൽ തന്നെ മരിച്ചു. ടീച്ചർക്ക് ഒരു നല്ല ഭർത്താവിനെ കിട്ടാതിരിക്കില്ല. എങ്ങനെയാണ് പറയേണ്ടതെന്ന് എനിക്കറിയില്ല. ഞാൻ കാരണമാണ് അത് സംഭവിക്കാത്തതെന്ന് എന്തെങ്കിലും തോന്നുകയാണെങ്കിൽ ഞാനുണ്ടാവും, എവിടെയാണെങ്കിലും. ഭാർഗവി,
ആരാ അത്? സ്കൂളിലെ ശേഖരൻ മാഷാണ്. സ്കൂളിൽ ചീത്തപ്പേരൊന്നും ഉണ്ടാക്കിയത് പോരായിട്ടാവും വീട്ടിലേക്ക് കടന്നത്. അച്ഛാ, നീ അകത്ത് പോ. തെറ്റിദ്ധരിക്കരുത്, ഞാൻ ശരിയായിട്ടാ ധരിച്ചിട്ടുള്ളത്. അടിച്ചളിക്കാരിയുടെ വേണ്ട, ഞാനൊക്കെ ശരിയായിട്ട് തന്നെ ധരിച്ചിട്ടുണ്ട്. കഞ്ഞിയുടെ വെള്ളം കുടിച്ചിട്ടായാലും ഇവിടെ ഒരു മുക്കിലിരുന്നാ മതി. നീ സമ്പാദിച്ചു കൊണ്ടണ്ട, തീർന്നല്ലോ. ഈ പണി ഇനി ചവിട്ടണ്ട.